ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഒരു വ്യക്തിയെ കണ്ടല്ല തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തുക എന്നും UDF സ്ഥാനാർത്ഥി ആരായാലും ഒറ്റപ്പാലത്തെ ജനങ്ങൾ LDFനൊപ്പം നിൽക്കുമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ. ഒരു വ്യക്തിയെ കണ്ടല്ല തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തുക എന്നും UDFന്റെ സ്ഥാനാർത്ഥി ആരായാലും ഒറ്റപ്പാലത്തെ ജനങ്ങൾ LDFനൊപ്പം നിൽക്കുമെന്നും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പറഞ്ഞു. മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വികസനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്നും ഇതിന്റെയെല്ലാം ഫലം തിരഞ്ഞെടുപ്പിൽ പ്രകടമാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപാളയത്തിൽ നിന്ന് വിട്ട് വിമത സംഘടന രൂപീകരിച്ച PK ശശിയായിരിക്കും ഒറ്റപ്പാലത്ത് UDF സ്വതന്ത്രനായി മത്സരിക്കുക. ഇത് LDFന് കോട്ടം തട്ടുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു പ്രേംകുമാർ. പ്രവർത്തനങ്ങളെയും ഒക്കെ നന്നായി വിലയിരുത്താൻ കഴിവുള്ളവരാണ്. ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടായിരിക്കില്ല കേരളത്തിലെ ജനങ്ങൾ, ഒറ്റപ്പാലം മണ്ഡലത്തിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തനങ്ങളെ കാണുക. കാരണം ഒരു വ്യക്തിക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവികമായും നമ്മുടെയൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്, നമ്മുടെ ശ്രദ്ധയുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടി ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു വീക്ഷണവും ഗവൺമെൻറ്റിൻ്റെ നിലപാടുമെല്ലാമാണ് അതിനെയെല്ലാം ശക്തിപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ആര് UDFൻ്റെ സ്ഥാനാർത്ഥിയായി വന്നാലും ഒറ്റപ്പാലത്തെ ജനങ്ങൾ, ഒറ്റപ്പാലം മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം MLA എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ ഏതാണ്ട് വിശ്രമമില്ലാതെ എന്ന് തന്നെ പറയാം പ്രവർത്തിച്ചതിൻ്റെ, നാടിൻ്റെ എല്ലാ മേഖലയിലുമുള്ള മനുഷ്യരുമായി നല്ല ബന്ധം പുലർത്തിയതിനെല്ലാമുള്ള ഒരു നല്ല പ്രതികരണം, അനുഭാവപൂർണ്ണമുള്ള അനുകൂലമായ പ്രതികരണം ഒറ്റപ്പാലം മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. BJP സ്ഥാനാർത്ഥിയുടെ താരമൂല്യത്തിനെ ഭയക്കുന്നില്ല എന്നും മണ്ഡലത്തിലെ ജനങ്ങൾ മാർക്ക് നൽകുന്നുണ്ടെന്നും മേഖല ഏതാണെങ്കിലും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നും പ്രേംകുമാർ പറഞ്ഞു. ജനങ്ങളുടെ തീരുമാനത്തെ, ഹിതത്തെ അത് സർവാത്മന സ്വീകരിക്കും എന്ന് മാത്രമാണ് അതിനുള്ള മറുപടി. ഏത് മേഖലയിൽ നിന്നുള്ളവരായാലും അവരെയൊക്കെ ജനം കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. നമുക്കൊരു മാർക്ക് മണ്ഡലത്തിലെ മനുഷ്യർ, സാധാരണക്കാർ ഇട്ടിട്ടുണ്ട്. ആ മാർക്ക് ഇടുന്നതിന് നമ്മൾ നടത്തിയ ഒരു ഇടപെടലുണ്ട്, സർക്കാർ നടത്തിയ ഇടപെടലുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പങ്കുവയ്ക്കാനുള്ളത്.